பருந்த அந்த பருந்து கீழ 100 பசங்க. ബ്രാവോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ മെയിനായിട്ട് വന്നേ. അതായത് കുറെ എണ്ണം ഇത് മെഴുകുന്നുണ്ട് മറ്റേ ഇന്നലത്തെ സിറ്റുവേഷനിൽ രണ്ടുപേരേ ഉള്ളൂ അതിനകത്തത്, ബാക്കിയെല്ലാം ഇതാണ് അതിന്റെ പേരിലാണ് നമ്മൾ പറഞ്ഞതെന്നൊക്കെ. അതിന്റെ പേരിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാ, മനസ്സിലായ? ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം ഗൈസ്. ഇവിടെ ഇവിടെ ഈ ബ്രാവോ ഇരുത്തി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ബ്രാവോ ഇരുത്തി പറയുന്നത് പറഞ്ഞാൽ ബ്രാവോ സെർവറിന്റെ അഡ്മിൻ ആയതുകൊണ്ടാണ് ബ്രാവോ ഇരുത്തി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് കയറും. നിനക്കൊക്കെ വേണമെങ്കിൽ കേട്ടാൽ മതി. നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് ഒരു അണ്ടി എനിക്ക് കിട്ടാനില്ല, മനസ്സിലായ? അന്നേരം കാര്യം പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ സെർവറില് ഗ്യാങ് ആവാത്തതിന് 3 ഗ്യാങ്സ് ഇത്ര ഇത്ര എത്ര എത്ര ഗ്യാങ് ഇട്ടായിരുന്നു ബ്രാവോ? ഇവിടെ 7 ഗ്യാങ്. 7 ഗ്യാങ് ഇവിടെ സ്ലോട്ടിന് വേണ്ടി ഇട്ടിട്ട് അതില് ടോപ്പ് പോയിന്റ്സ് ഗ്രൈൻഡ് ചെയ്ത ഗ്യാങ്ങിന് സ്ലോട്ട് കൊടുത്തത് നേരെ കൊണ്ടുവന്ന് പുറത്തും കമന്റ് സെക്ഷനിലും എല്ലാത്തിലും എന്റെ തലയിലോട്ട് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സ്ലോട്ട് കൊടുക്കാത്തത്. ബ്രാവോ, ഞാനാണോ ബ്രാവോ നിങ്ങളുടെയൊക്കെ സ്ലോട്ടിന്റെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത്? ഇവിടെ അതിനകത്ത് വിസിബിൾ ആയിട്ടുണ്ട് ടോപ്പ് പോയിന്റ് ഉള്ള 3 പേർക്കാണ് അത് കിട്ടിയെന്ന്. അന്നേരം തൊട്ട് തുടങ്ങി ഞാനാണ് ഡിസിഷൻ എടുക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടാണ് ഗ്യാങ് സ്ലോട്ട് കൊടുക്കാത്തത്. അതും ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത എന്റെ കാര്യത്തിൽ പിടിച്ചു നിർത്തി നീയൊക്കെ ഈ കമന്റ് ഇട്ട് മെഴുകുന്ന എല്ലാ അവന്മാരും വന്നിരുന്ന് അങ്ങ് പറയുക. നീയൊക്കെ എന്റെ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റായിട്ട് കാണുകയും മറ്റേ ഇതാക്കി ചെയ്ത് നിന്റെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ, എടാ ഗ്യാങ് സ്ലോട്ട് ഇട്ട സമയത്ത് ഗ്രൈൻഡ് ചെയ്യാതെ വേറെ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഗ്യാങ്ങിന് സ്ലോട്ട് കിട്ടും. അത് ബേസിക് ബുദ്ധിയുള്ളവരാകും. നിന്റെ കൂടെയൊക്കെ ഇറങ്ങിയവന്മാർക്ക് ഗ്യാങ് സ്ലോട്ട് കിട്ടിയല്ലോ. കൊടുക്കാതാണെങ്കിൽ എനിക്ക് കൊടുക്കാതിരിക്കാനാണെങ്കിൽ 2 ഗ്യാങ്ങിനും പിടിച്ച് കൊടുക്കാതിരിക്കാമല്ലോ. എനിക്ക് ബാക്കിയുള്ള എല്ലാവരും ഇഷ്ടമുള്ളവരാണ് അപ്പുറത്തിരിക്കണേ. എന്തൊക്കെ വെടലത്തരോ പറയണേ. പറയുമ്പോ എന്തും പറയാന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു തുടങ്ങി. അവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ലൈവിലും ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, പറഞ്ഞ് ട്രിഗറാക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓക്സി ഇവിടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കിന് കുറെ എണ്ണത്തിന് അങ്ങനെ കുരുപൊട്ടി. അവനോട് വിളിച്ച് പറയുക ബാക്കി ഈ പി സിയുടെ കാര്യവും മറ്റേ ഇതിന്റെയൊക്കെ കാര്യം എല്ലാം പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇന്നലെ പറഞ്ഞത്. അല്ലാതെ നീയൊക്കെ മറ്റേ എന്തുവാ സിറ്റുവേഷൻ അത് എടാ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ സിറ്റുവേഷനിൽ വന്ന് നമ്മൾ ഡൗൺ ആയെങ്കിൽ ഓക്കെ, നിങ്ങളെ അടിച്ച് തൂറ്റിച്ചിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അല്ലാതെ പറഞ്ഞതല്ലല്ലോ. ഞങ്ങൾ ഡൗൺ ആയിട്ട് ഫ്രസ്ട്രേഷന് പുറത്ത് പറഞ്ഞതല്ലല്ലോ, അടിച്ച് തൂറ്റിച്ച് വിട്ടിട്ടല്ലേ പറഞ്ഞത്. അത് ഇന്നലെ പറഞ്ഞത് ആ സിറ്റുവേഷനിൽ 2 പേര് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇത് ഓൾറെഡി പറയാതിരുന്ന കാര്യമാണ്. അത് എന്റെ ലൈവിൽ ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഇവിടെ ടി വിക്കകത്ത് സ്ട്രീം ചെയ്യുന്ന കുറച്ച് പേരുടെ ലൈവിൽ ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇറ്റാച്ചി, നീല്, ഇവരുടെ എല്ലാ ലൈവിൽ കുറച്ച് ദിവസമായിട്ട് ഈ സാധനം ഡിസ്കഷനിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ, മനസ്സിലായ? അല്ലാതെ നീയൊക്കെ മറ്റേ നീയൊക്കെ ഒന്നും ചെയ്യാത്ത മറ്റേ മാന്യന്മാരെ പോലെ പിടിച്ചോണ്ട് വരരുത്. സെർവർ സൈഡ് ഡിസിഷനിൽ എന്നെ വലിച്ചിട്ടിട്ട് നീയൊക്കെ മറ്റേ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കണ്ണോട്ടന്മാരാണ്. ഇങ്ങനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാതെ കണ്ണോട്ടന്മാരാണ്. 3 പേർക്കും അവരൊക്കെ പോയിന്റ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ് ഉള്ളവർക്ക് അല്ലാതെ ഇവർക്ക് ഗ്യാങ് സ്ലോട്ട് കൊടുക്കണോ? അത് ഇവിടുത്തെ ന്യായമാ? അല്ല, അങ്ങനെ 3 പേർ പോയിന്റ് കുറവുള്ള 3 പേർക്ക് സ്ലോട്ട് അല്ല, ഇവരുടെയും ഈ 3 പേർക്ക് പോയിന്റ് ഇത്രയുണ്ട്. ഇപ്പൊ 500, 502 അത്ര എന്തുകൊണ്ട് വെച്ചാണ് പോയിന്റ്. ഇവർക്ക് പോയിന്റ് കുറവാ. അപ്പൊ ഈ പോയിന്റ് കുറവുള്ളവർക്ക് മേളിലുള്ളവരൊക്കെ പ്രയോറിറ്റി കൊടുത്താ അപ്പൊ അന്നേരം ബാക്കിയുള്ളവരുടെ അടുത്ത് എന്ത് മറുപടി പറയും സെർവർ സൈഡിൽ നിന്ന്? ഇതൊന്നും ആലോചിക്കാൻ ബുദ്ധിയില്ലാതെ വെറുതെ വന്ന് നമ്മളോടത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സ്ലോട്ട് കൊടുക്കാത്തത്, ഞാനാണ് ഇവിടെ സ്ലോട്ട് കൊടുക്കാത്തത്, എന്തൊക്കെയാ പറയണേ? അതാദ്യം നിർത്തുമ്പോ ബാക്കിയുള്ളവരും പറയണം നിർത്തും. എന്നിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ഞങ്ങളെ ഡ്രാഗ് ആക്കിയോ. നിങ്ങളെ ഡ്രാഗ് ആക്കിയ മറ്റേ എന്റെ വീടിന്റെ ആധാരം ഒലിച്ചു പോകും വെള്ളത്തിനകത്ത്. ഒന്ന് പോയടാ. നിന്റെയൊക്കെ ഇതൊക്കെ വേറെ ആരുടെത്തേലും പോയി ഇറക്ക് ദയവ് ചെയ്ത് പ്ലീസ്. എല്ലാം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും വായിന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാത്രം പ്രശ്നക്കാര്. അതിനു മുമ്പ് ചെയ്തു കൂട്ടിയതും പറഞ്ഞു പിടിപ്പിച്ചതും എല്ലാം ശരി, നൈസാണ്, നല്ല രസമുണ്ട്. ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ബ്രാവോ. കാരണം എനിക്ക് ഉറപ്പാ ഇതിന്റെ കാര്യത്തിൽ സെർവർ സൈഡിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ വി സിയിലും നിങ്ങളുടെ ഇതിനകത്തൊന്നും ഞാൻ വരാറില്ല ബ്രാവോ. നീ വരാതല്ലേ. ഇത് ഓൾറെഡി ഈ കാര്യം ഞാൻ ഇവരോട് ക്ലിയർ കട്ടായിട്ട് ലൈവിൽ തന്നെ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് കാണിച്ചിട്ടാണ് അന്നത്തെ ലൈവിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാങ് ആക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് ഈകള് പറഞ്ഞത് ഈകൾ ഒന്നും പറഞ്ഞില്ല അവിടെ. ഈകൾ എന്നോട് പറഞ്ഞത് പറ്റുമെങ്കിൽ അവരെ ഗ്യാങ് ആക്ക് പ്രാവെന്നാണ് ഈകൾ പറഞ്ഞത്. എന്നിട്ട് ബാക്കി സിറ്റി തീർക്കാതെ
അതെന്തിനാന്നുള്ളത് പറയണ്ട ബ്രോ, അതെന്തിനാന്നുള്ളത് പറയണ്ട. അങ്ങനെ ഓക്കെ. അവരെന്നോട് പറഞ്ഞ പറ്റുമെങ്കിൽ അവരെ ഗ്യാങ് ആക്ക് ബ്രാവോ എന്നാണ് എന്നോട് പറഞ്ഞത്. സി അത് അങ്ങനല്ല, ഗ്യാങ് ആക്കാനാണ് എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ഇത് സെർവർ റൺ ചെയ്യുമ്പം ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അത് പോകുന്ന രീതി ഉണ്ടാവും, ആ രീതിയിലേ നമുക്കത് ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അപ്പം അതിൽ നിന്ന് നമുക്ക് വേറെ രീതിയിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ചാറ്റിലൊരു കമൻറ്റ് കണ്ടു, അതായത് എന്തുവാ അത് ഫാമിലി മെൻഷനിങ്ങിൻ്റെ ഒരു കേസ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ അതിൽ ഒരാൾ തന്നെ ഇട്ട കമൻറ്റ് തന്നെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതേപോലെ അന്നത്തെ TGA സിറ്റുവേഷനിൽ ജോഷുവിനെ ഹോസ്റ്റേജ് എടുത്തെന്നും പറഞ്ഞിട്ട് അവിടെ കൊമ്പൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം വിളിച്ചത് തെറിയല്ലായിരുന്നോ? അപ്പോൾ അത് എന്തായിരുന്നു, പുണ്യ വാക്കുകളായിരുന്നോ വായിന്ന് വന്നേ? അതൊന്നും കുഴപ്പമില്ല ബ്രോ, അതൊന്നും കുഴപ്പമില്ല. അത് അവര് പറയുമ്പോ അത് പ്രശ്നമില്ല. നമ്മള് പറയുമ്പോഴാണ് പ്രശ്നം. ഞാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, അമ്പിയുടെ തന്ത വിചാരിച്ചാൽ നടക്കൂലെന്ന്. അതാണ് പറയുന്ന പേരൻ മെൻസിങ്. അപ്പൊ സ്വന്തമായിട്ട് അവര് ഏറ്റെടുത്ത ആ പേരല്ലേ, പുള്ളിയാണ് അമ്പി എന്നുള്ളത് അവര് ഉറപ്പിച്ച് ഏകദേശം കാര്യങ്ങൾ അവർ ഉറപ്പിച്ചു. അവരാണ് അമ്പി. ഞാൻ പറഞ്ഞ അമ്പിയാണേലും അമ്പിയുടെ തന്തയാണേലും വിചാരിച്ചാൽ നടക്കൂലെന്ന്. അപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് പിന്നെ ഒരു തന്ത ഉള്ളതുകൊണ്ട് എന്റെ തന്തയുടെ പേര് കണ്ടുപിടിക്കാൻ എളുപ്പമാണടാ. ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ എന്റെ തന്തയുടെ പേരൊക്കെ ഇട്ട് മെൻഷൻ ചെയ്യാൻ. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, കാരണം നമുക്കറിയാലോ നമ്മളപ്പം പുള്ളി തന്നെയാണ്, പുള്ളിയുടെ പേര് അതാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എന്താണ് നമുക്ക് അത് പേടിക്കണ്ടേ. പിന്നെ വേറെ കോമഡി എന്ന് പറഞ്ഞുണ്ടല്ലോ ഇത് കേട്ട് ഏറ്റുപിടിക്കണ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇന്നാണ് രണ്ടു തവണത്തെ വിളിച്ചായിരുന്നു. ഷെയ്ഖിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പറയാം, ഷെയ്ഖിന്റെ ഗുണ്ടകള് ഈഗിള് ഷെയ്ഖൊന്ന് വിചാരിച്ച ഷെയ്ഖിന്റെ ആൾക്കാരെ വെച്ച് ഈഗിളിനെയൊക്കെ ഈസി ആയിട്ട് എടുത്തിട്ട് തല്ലാം. ഞാൻ ഇവനെ പോയി 2 തന്തയ്ക്ക് വിളിക്കട്ടോ. പയ്യനെ വിളിച്ചപ്പോ എന്റെ അടുത്ത് ആദ്യം പറയാണേ, ബ്രോ ചൂടാവല്ലേ. ഞാൻ ഷെയ്ഖിന്റെ ഒരു ഭയങ്കര ഹേറ്ററാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചോർത്തി തരാൻ വേണ്ടി അവരുടെ വിശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന്. എന്നിട്ട് പറയാ, ഞാൻ വോയിസ് മെസ്സേജ് ഞാൻ ചോദിച്ചു, നീ എന്താ വോയിസ് മെസ്സേജ് ഇട്ടെ? വോയിസ് മെസ്സേജ് എന്റെ കൂട്ടുകാരനെ ഇട്ടെ. ഞാൻ പറഞ്ഞു, നിന്റെ സെയിം വോയിസ് ആണല്ലോ. അത് എന്നെ കൂടെ നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ്. ഇവന്റെ ഒക്കെ ഗ്രൂപ്പില് എന്താ അവന്റെ പേരെന്താ, അബിയോ? അവനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇവന്റെ പോക്ക് ശരിയല്ല. ഒരു ദിവസം ഞാൻ വിളിക്കുന്നുണ്ട് അവനെ. ഇവരുടെയൊക്കെ വിചാരത്തൊന്നും ആരും കേൾക്കൂല, ഇതെല്ലാം ഭയങ്കര സീക്രട്ടാണ്. അവരവിടെ എന്ത് കുണ്ണായ്മ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്താണെന്ന് അറിയാം, അവരുടെ ഗ്രൂപ്പിൽ നടന്നൊരു സംഭവത്തില് വളരെ കോമഡി സാധനമാണ്. അതായത് ഞാൻ അന്നത്തെ മാറ്റി ഇപ്പൊ കാണാം, അമ്മാരുടെ സംസ്കാരം ഇപ്പൊ കാണാം. ഇങ്ങോട്ടുള്ളത് മാറ്റി കൊടുക്കുക, എന്നാലും കാണാം. ഇപ്പൊ കാണാം, ഇങ്ങോട്ടുള്ളത് മാറ്റി കൊടുക്കുക. പ്രശ്നമായി ഇങ്ങോട്ടുള്ള മാറിയെന്ന് തോന്നുന്നു, മാറിയില്ലേ? ഫോളോസ് ഉള്ളി 1 hour കസ്റ്റം. അയ്യോ, ഫോളോസ് ഉള്ളി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് തൽക്കാലം 1 hour ഉള്ള ഒരു കമന്റ് എടുട്ടെ. ഇമോട്ടുള്ളി മാറിയില്ല ബ്രോ. അങ്ങനെയാണ് ഷെയ്ഖിനെ എന്തൊക്കെ പറയുന്നു. ഷെയ്ഖിനെ പറഞ്ഞതിന്റെ കാര്യത്തിൽ അല്ലല്ലോടാ. ഷെയ്ഖ് പറഞ്ഞത് നിങ്ങളാരും കേൾക്കുന്നില്ലല്ലോടാ. പക്ഷെ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് ഓഫ്ലൈനിൽ. നിങ്ങളോട് പറയാത്തതല്ലേ, നമ്മളോടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. എന്നിട്ട് നേരെ വന്ന് എന്റെ അടുത്ത് കുറ്റസമ്മതം നടത്തുക. ഈഗിളിനെ ഒരുപാട് അപരാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അവരിത് പൊക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഞാനങ്ങ് കുറ്റസമ്മതം നടത്തുവാന്ന്. എന്നോട് ബ്രാവോ ഉണ്ടായിരുന്നല്ലോ, ബ്രാവോ കേട്ടല്ലേ? നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ നമ്മുടെ അടുത്ത് കുറ്റസമ്മതം നടത്തുക പറയുമ്പോ എന്റെ പൊന്നോ. സത്യം മനസ്സിലാക്കാൻ നിനക്കൊക്കെ ഇനിയും സമയമുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക ബ്രോ, ഇവിടെ സെർവർ സൈഡിലുള്ള റൂളാണ്. അതിലോട്ട് എന്തിനാ എന്നെ വലിച്ചിട്ടതും എന്നെ ഇതാക്കിയതും എന്നുള്ള ചോദ്യമാണ് എൻ്റെ അടുത്ത്. ഇതിപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും ഞാൻ ഇപ്പൊ ഇതിന് VC വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചിട്ട് വന്നതാണ്. അവരോട് പോലും പറഞ്ഞേക്കുന്നത് സ്ലോട്ട് തരാത്തത് എന്റെയൊക്കെ റോള് നല്ലതുപോലെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് അവർക്ക് സ്ലോട്ട് കിട്ടാത്തതെന്ന്. അല്ല അണ്ണൻ പറഞ്ഞത് കൊടുക്കാനില്ല അണ്ണ വേറെ ഒരു കാര്യത്തിന്. ആരോട് പറയാൻ, ആര് മനസ്സിലാക്കാനില്ലേ? 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ടർഫസ് വെക്കേണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവരുടെ പ്ലേയേഴ്സ് സർവറിനകത്ത് ഇരുന്നിട്ട് ഈ സർവറിനെ ഡിഗ്രേഡ് ചെയ്തൊരു സാധനം കണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ്
ഇനി ഇവരുടെ പ്ലേയേഴ്സ് ആരെങ്കിലും, അതായത് അവരുടെ R67 പ്ലേയേഴ്സ് ആരെങ്കിലും സെർവറിനെ ഡീഗ്രേഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് അടിക്കുകയും ചെയ്യും. R67 ഗ്യാങ്ങും ആക്കത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് അവരുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള പ്ലേയേഴ്സിന്റെ കാര്യം പറയുന്നത്. ഇവരത് അവരുടെ വ്യൂവേഴ്സ് പറഞ്ഞാലെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത്, മനസ്സിലായോ? അതായത് അവരുടെ വ്യൂവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്യാങ് ആക്കത്തില്ല എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുത്ത്. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അത്രയും എന്താ പറയാ തലച്ചോറാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു കാര്യം പറയുന്നത് പോലും വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വയ്യടാ. എന്തുവാ പറഞ്ഞത്, നിങ്ങൾ എന്തുവാ കേട്ടെ? കഷ്ടം തന്നെ. അതിലും ഒരു ചില പേര് ഉണ്ട് കേട്ടോ, കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് ഇത് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് പറഞ്ഞതിന്റെ പേരില്ല എന്നുള്ള രീതിയിൽ. നൈസ് നൈസ്, ലെറ്റ്സ് ഗോ. ഈ ഇവിടെ വന്നിട്ട് ഒരാളുടെ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞ് നീയൊക്കെ ചാറ്റിൽ ഇങ്ങനെ ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീയൊക്കെ ഊമ്പിക്കൊണ്ടിരി. ഈ പറയുന്ന പോലെ അത് കണ്ടില്ല? ഇന്ന് ഞാൻ ഉച്ചക്ക് ലൈവ് ഒരേ കാര്യം തന്നെ ഇങ്ങനെ സ്പാമിങ് ആണ്. അത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ളൂ. സെയിം കാര്യം തന്നെ ഒരു 10 പേര് സ്പാം ചെയ്യും ഒരുമിച്ച്. ആരാണ്? അത് പ്രശ്നമില്ല, അത് വിട്ടോ. നിനക്ക് അറിയാലോ, അത് ഓൾറെഡി അറിയാം. വെച്ചാ ഒരുത്തം പോലും അതൊരു ഒറിജിനൽ പ്രൊഫൈൽ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തം പോലും ആ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഞാൻ അവന്മാരെ ആ ഒരു ടൈപ്പ് ഓഫ് ശിഖണ്ഡികളായിട്ടേ കാണുന്നുള്ളൂ. മനസ്സിലായി? എന്റെ ഗ്രൂപ്പിലാണെങ്കിലും കുറെ പേരും കേട്ടോ, മറ്റേ ആനയുടെ തുമ്പിക്കൈയൊക്കെ DP ഇട്ട് കേൾക്കുന്നവന്മാരും മറ്റേ ഇതൊക്കെയാണ് അവന്മാരുടെ പ്രൊഫൈല്. ടോക്സിസിറ്റി നമ്മളാണ് തെറി വിളിക്കണേന്നൊക്കെയാണ് പറയണ. ഈ ഇടയ്ക്ക് ഒരു TJ വേഴ്സസ് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൽ ജോഷുവ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ POV ഒന്ന് എടുത്ത് നിങ്ങൾ കണ്ടു നോക്കണമെന്ന്. വിളിക്കാത്തൊന്നുമില്ല. അല്ല, ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ബ്രാവോ? ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ TVക്ക് വേണ്ടി കണ്ടന്റ് ഇടുന്നതും ബാക്കിയെല്ലാം നമ്മുടെ പെയ്ഡ് PR പിള്ളേരാണെന്നാണ് ഇവര് വിശ്വസിച്ചിരിക്കുന്നത്. ഇതുവരെ എന്തായാലും നമുക്ക് അങ്ങനെ അതിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഒത്തിരിയാണേ, നിർത്തിക്കോ. എന്റെ കണ്ടന്റ് കൂടുന്നുണ്ട് കേട്ടോ. ഇവന്മാരുടെയൊക്കെ കമന്റ് അറിയാം, ഇവന്മാരുടെയൊക്കെ പ്രായം. ഇത് നോക്കിക്കോ ബ്രാവോ, എന്താ ബെസ്റ്റിന്റെ സ്പെല്ലിംഗ് BUST, ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയാം. BUST, ബെസ്റ്റ് കപ്പിൾ. ബെസ്റ്റ് ഓഡിയൻസ്. ലെറ്റ്സ് ഗോ. രണ്ടക്ഷരം പഠിക്കാൻ നോക്കി സമയത്ത്. ഇവരൊന്നും പോവാണ്ട് യൂട്യൂബിൽ പഠിക്കാൻ അത് കൊള്ളാല്ലേ ലോൾ. എന്തോ ലോൾ, ഞാൻ ലൈവ് ഇട്ട് തുടങ്ങിയപ്പോ തന്നെ ലോൾ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അത് സംഭവം അതൊരു ഫേക്ക് അക്കൗണ്ടോളിയുടെ മെസ്സേജാ. ആണോ? എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഒരു സാധനം ലോൾ. ബ്രോ, ഇട്ടിച്ചൻ ഗെയിമിങ്ങിന്റെ ചെയറൊക്കെ മറന്നു അമ്പിക്കുന്ന ഈകളെന്ന്. ഡാനിയൽ തോമാച്ചൻ. ഇന്നലെ നിന്നെ ഓൾറെഡി ഞാൻ തന്തയ്ക്ക് വിളിച്ചായിരുന്നു. തോമാച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. തോമാച്ച, ഞാനൊരു കാര്യം പറയാം. തോമാച്ചിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. തോമാച്ചൻ പണ്ടത്തെ വീഡിയോ എടുത്തോണ്ട് തോമാച്ചൻ ചെയറിന്റെ കാര്യം മറന്നോന്ന്. ചെയറിന്റെ കാര്യം എന്ത് മറന്നോന്നാണോടാ? ഇട്ടിച്ചന് ചെയർ മേടിച്ചു കൊടുത്തതാണോ നീ വിചാരിക്കുന്നത്? എവിടെയെങ്കിലും പണ്ടത്തെ ഒരു വീഡിയോ കണ്ടിട്ട് നീ അതിന്റെ മറ്റേ ഇതും കൊണ്ട് വരണേ. KVയുടെ കൂടെ സിറ്റുവേഷൻ ആയ സമയത്താണ് ഞാനും ഇട്ടിച്ചനും എല്ലാം കൂടെ പ്രശ്നമായത്. അത് എങ്ങനെയാ സോൾവ് ആയത്, എങ്ങനെ ഇതാക്കിയെന്നൊക്കെ ബ്രാവോയ്ക്ക് നല്ലതുപോലെ അറിയാം. എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? നീയൊന്നും അത് കൊണ്ടുവരണ്ട. നിനക്ക് തന്തേന്ന് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ വേറൊരാളുടെ തന്തയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് തന്തയെന്ന് വിളിക്കുന്ന സ്വഭാവം നിർത്തറ. നീയൊക്കെ എത്ര നാളായിട്ട് പഴയ വേറെ ആൾക്കാരുടെ ക്രെഡിറ്റ് മൂഞ്ചാൻ നടക്കുക. നീയൊക്കെ വാറടിച്ചോ ജയിക്കാൻ പറ്റിയില്ല. വാറടിച്ച് ജയിക്കാതിരുന്നപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്യാങ്ങിനോട് തോറ്റാ അടുത്ത ദിവസം അവരുടെ സപ്പോർട്ടർ ആവും. കഷ്ടമാണ്. നിന്റെയൊക്കെ ഗതികേട് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരണം. സന്തോഷം.
ഒരു സംഭവം വല ലോൾ ടാറ്റി ലോൾ ഇല്ല. ഇല്ല. ശരിക്കില്ല. എടാ നിങ്ങൾ ഈ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നുണ്ടല്ലോ, ആ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അന്നത്തെ സമയത്ത് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്ന സംഭവത്തിനോട് ഇവിടെ ഇരിക്കുന്ന എനിക്കോ അല്ലെങ്കിൽ ഈഗിളിനോ താല്പര്യമില്ല. നിങ്ങൾ അതിന് മനസ്സിലാക്കുക. കാരണം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇത് ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, എങ്ങനെ പറ്റും എന്നുള്ളത്. മനസ്സിലായോ? ഇത് ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല. വൺസ് അപ്പോൺ എ ടൈം. ലാൽ നിന്റെ തന്ത ദിനേശിനെ ഊമ്പാനാണോ നിന്നെ വളർത്തിയെന്ന്? അല്ല ബ്രോ, എന്നെ വളർത്തിയത് എന്താന്ന് വെച്ചാല് ഞാൻ എന്നെ വളർത്തി വലുതാക്കിയതിന്റെ റിട്ടേൺ ആയിട്ട് ഞാൻ അവർക്ക് ഇപ്പം നല്ലൊരു ലൈഫ് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്. ബാക്കി അവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചെയ്തു കൊടുത്തത് ഞാൻ എന്റെ വിലയേറിയ ടീനേജ് സമയത്ത് കണ്ടവന് വേണ്ടി കുരയ്ക്കാൻ പോവാതെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത്. അതുകൊണ്ട് അവര് സന്തോഷത്തോടെ ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. ലാൽ ഇതിനു വേണ്ടിയിട്ടാണ് എന്റെ അച്ഛൻ എന്നെ വളർത്തിയത്. ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നീ ഈ പ്രായത്തിൽ എന്ത് ചെയ്യുന്നു? അവനോട് കുറച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ പറയും നീ ഇങ്ങനെ ഊമ്പി ഇരിക്കത്തേ ഉള്ളൂ. അവനോട് പറയും സത്യം. കീബോർഡ് വേറെ ന്യൂ പോസ്റ്റ്. അല്ലേ ലോല്. ലാൽ അതെന്താ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഓഡിയൻസ് കൗണ്ട് വെച്ചിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ ഒരു 10% ആണ് അവരുടെ ടോട്ടല്. മനസ്സിലായി? അപ്പം അതില് ഈ നമ്മുടെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് വിവരവും ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഇതിനകത്ത് വലുതായിട്ട് കമന്റ് ഇടാൻ പോകത്തില്ല. അതുകൊണ്ടാണ് ഇവന്മാരുടെ മാത്രം കമന്റ് കാണുന്നത്. ഇവന്മാർ വിചാരിക്കുന്നത് ഇവന്മാരാണ് സംഖ്യയിൽ കൂടുതലൊന്ന്. ലാൽ അതായത് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ബോർഡ്സ് ഗ്രൂപ്പില് അബീദ് പറയുന്ന ഒരു ചെറുക്കനുണ്ടത്. ഞാൻ വോയിസ് കേൾപ്പിക്കാൻ സപ്രസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കണം. പ്ലേ ചെയ്യാൻ വേണ്ടി കേൾക്കുമെന്ന് നോക്ക്. ബ്രോ സോറി ബ്രോ, ഞാൻ ബ്രോനെ പറ്റിയും അവരെ പറ്റി ഒരു അപരാധം പറയില്ല. കാരണം എനിക്ക് വേറെ ലൈഫുണ്ട്. എനിക്ക് ഇന്നലെ തീരെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇതാക്കാൻ തീരെ താല്പര്യമില്ല. സമയമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആണ് അതൊക്കെ. ഇതൊക്കെ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായോ? ചെയ്യുക നമ്മളിങ്ങനെ കണ്ടിരിക്കും. വർത്താനൊന്നുമില്ല. കഴിഞ്ഞു. നീ പറഞ്ഞത് നമ്മള് ഫ്രസ്ട്രേഷൻ ഒക്കെ കാണണം. ഇത് നോക്ക് ബ്രോ, എന്റെ ഫോട്ടോ ഇട്ടിട്ടെ അഡ്വാൻസ് RIP എന്ന് പറഞ്ഞിട്ട് അതില് ഒരുത്ത കമന്റ് ഇട്ടേക്കുക, ഈ കുണ്ണ തീർന്നാൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി രക്ഷപ്പെടുമെന്ന്. അഡ്വാൻസ് RIP. ഇവനൊക്കെയാണ് നമ്മളെ മറ്റേ ഗെയിമായിട്ട് കാണാൻ പഠിപ്പിക്കുന്നവന്മാര്. മനസ്സിലായ? ഗെയിമായിട്ട് കാണാൻ പഠിപ്പിക്കുന്നവന്മാര്. സൂപ്പർ. ഈ കുണ്ണ തീർന്നാൽ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി രക്ഷപ്പെടുവന്നു. അവൻ ഇന്നലെ എന്തോ പൊട്ടി മുളച്ചാണ്. അതോ അയ്യോ മിനിഞ്ഞാന്ന് എന്തോ ജനിച്ചേ ഉള്ളു. ഇപ്പോഴത്തേക്ക് കൈ ഫോണ്. ഗെയിമിന്റെ കാര്യം നിങ്ങൾ ഗെയിമിന്റെ രീതിയിൽ പറയുന്നോണ്ട് കുഴപ്പമില്ല. അല്ലാതെ അത് വേറെ രീതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വേഴ്സാവും. അതിന് ഇവിടെ ഇരിക്കുന്ന ആർക്കും താല്പര്യവും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആരും അതിന് മുതിരത്തുമില്ല. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഈ വൺസ് അപ്പോൺ എ ടൈം. ആ വൺസ് അപ്പോൺ എ ടൈം കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. പിന്നീട്
ഓർക്കുമ്പോ നിങ്ങൾക്ക് റിഗ്രറ്റ് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായോ? ഹലോ 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 ലൈവ് ആണോ? ലൈവ് വരാ ലൈവ് Yes, എല്ലാരും ഇത് ലൈവ് ഈസി അല്ലേ? VC അല്ല, അതാ. ആ എന്നാ ഇപ്പൊ എഡിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യ, ലൈവ് ആക്കി കളയാം. ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ ലൈവ് ഈസി ആയില്ലേ? ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് RSS ഗ്യാങ് ആക്കുന്നില്ല? പേടിയാണോ, ഫിയർ ആണോ? നോ റിപ്ലൈ. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നീ ഫാൻ അല്ലെന്നുള്ള കാര്യത്തിൽ. അതൊന്നാമത്തെ കാര്യം. ഇവിടെ പേടിയില്ല. പിന്നെ നിനക്കൊക്കെ ഇത്രയും ബുദ്ധിയേ ഉള്ളൂ. ഈ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോഴേ അറിയാം നീ എവിടുത്തെ ഫാൻ ആണെന്ന്. മനസ്സിലായ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെടാ, നിങ്ങൾക്ക് മുകളിൽ പോയിന്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, പിന്നെ അവര് വേറെ ഏതെങ്കിലും സിറ്റി കളിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് പോയിന്റ് കൂട്ടിയത്? എടാ നിനക്കൊക്കെ തലക്കകത്തൊന്നും ഇല്ലേ? അണ്ണാ സിറ്റിയിലെ അടുത്തുകൂടി പോകുമ്പോ മറ്റേ മിണ്ടാണ്ട് ഓടണവന്മാരെ പറ്റിയാണ് ഈ പറയണത്. സിറ്റി കൂടി പോകുമ്പോ അവൻ മിണ്ടത്ത് പോലും ഇല്ല അവന്മാരൊന്നും. പക്ഷെ ലൈവില് 100 കഷ്ടം തന്നെ. ബ്രാവോ, ബാക്കി സർവർ സൈഡ് കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പറയല്ലേ. നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇത് ബാക്കി എന്റെ ലൈവിൽ പറഞ്ഞോളാം. സർവർ സൈഡ് മിക്ക കാര്യമുണ്ട്. ഇതൊക്കെ തന്നെ. അപ്പൊ നമുക്ക് സസ്പെൻഷൻ ഇല്ലല്ലോ. നിങ്ങളുടെ സസ്പെൻഷന്റെ കേസ് എന്താണ്? FRPയുടെ എന്തായി? ഞാൻ നോക്കിയില്ല. ഹോൾഡ് ആണോ അതോ മാറ്റിയോ? അത് കറന്റ് സംസാരിച്ചില്ലടാ അത് അവരുടെ എന്താ നോക്കണം. കാരണം PDയുടെ സൈഡിൽ നിന്നും മറ്റേ സേഫ് സോൺ ഫയറിംഗ് വരുന്നുണ്ട്. സോ അവരത് ടിക്കറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ടിക്കറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്കും ആക്ഷൻ വരും, നിങ്ങൾക്കും ആക്ഷൻ വരും. അപ്പം ഒരാഴ്ച ഇത് ചിലപ്പോൾ സിറ്റി ഇല്ലാതെ കളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സിറ്റിയിൽ പീടിയില്ല. ഇത് ഇന്നലെ എങ്ങനെ പൊട്ടിമുളച്ചാന്ന്. എടാ ഇതുകൊണ്ടാണടാ നീയൊക്കെ ഇവിടെ. എടാ ഇതിനൊക്കെ ലോകണ്ടറാ മന്ദബുദ്ധികളെ, ഇർഷാദേ. എടാ ഇതിനൊക്കെ ലോകണ്ടറാ ഇവിടെ. നീയൊക്കെ എന്ത് വാണമാടാ? നിങ്ങളിങ്ങനെ ഇഷ്ടമുള്ള ആളെ ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടത്തരം വിളമ്പാതെ ബ്രോ. ഇതിനൊക്കെ ലോകമുണ്ട് ഇവിടെ. പോയിന്റ് ഒന്നും അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റും. ഇവന്മാർക്ക് എന്ത് പൊട്ടന്മാരാടാ ഇവന്മാര്. ഇത് ഞാൻ എങ്ങനെ പറയാം? ഞാനിപ്പോൾ ആ ചാറ്റ് എടുക്കുവാണെങ്കിൽ അവൻ്റെ എല്ലാ ചാറ്റും എടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഞാൻ ഒരു ചാറ്റ് ബൈ ചാറ്റ് ഈ പോയിന്റ് ഗ്യാങ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഇതിനൊക്കെ. ഓക്കെ, ഗ്യാങ് കോർഡിനേറ്റേഴ്സ് ഓരോ ഗ്യാങ്ങിൻ്റെ റോൾ ഇട്ടിട്ട് ആ റോളിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് അവർ നോട്ട് ചെയ്യുന്നുണ്ട്. അവർ നോട്ട് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എൻ്റെ ചാറ്റിൽ കിടപ്പുണ്ട്. പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് അതാണ് പ്രശ്നമെങ്കിൽ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈകളോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല അവരെ ഗ്യാങ് ആക്കരുതെന്ന്. ഓക്കെ, ഗ്യാങ് ആവാഞ്ഞപ്പോൾ പോഴും എന്നോട് ചോദിച്ചത് ബ്രാവോ നിനക്കൊരു സ്ലോട്ടും കൂടെ അവർക്ക് കൊടുത്തുകൂടെന്നാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനൊരു സ്ലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി മോണിറ്ററിംഗ് പീരീഡ് ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഗ്യാങ് സ്ലോട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്നലെ ഈകൾ അങ്ങനെ പറയേണ്ടി വന്നതിന്റെയും കാരണമുണ്ട്. അത് ഈകളുടെ ലൈവ് തന്നെ പറയും ഡീറ്റെയിൽ ആയിട്ട് അല്ലേ? അതെന്തായാലും ഈകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈകളുടെ ലൈവിൽ പറയുന്നതായിരിക്കും. അത് വെറുതെ ഒന്നും അല്ല ഈകൾ അങ്ങനെ അത്രയും ശുഭിതനായത്, അല്ലെങ്കിൽ അത്രയും ദേഷ്യം വന്നത് അവന്. അതിനും അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ട്രിഗർ ആകും. അത് ആരും ആയിക്കോട്ടെ. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ സത്യങ്ങൾ വിളിച്ച് പറയും. അത് വേറെ പ്രശ്നമാണത്. അത് വല്ലാത്ത പ്രശ്നം അതിന്റെ. അതെ, കൂടുതലുണ്ട്. ഇതിന്റെ ചാറ്റ് പോകുന്നതാണോ അതോ റീലോഡ് ആവുന്നതാണോ? ക്ലിയർ ആക്കുന്ന ആണോ? അതെ, ചാറ്റ് ക്ലിയർ ആക്കണ്ട. അവൻ വായിച്ചോട്ടെ. ചാറ്റ് ക്ലിയർ ആക്കണ്ട. മോഡ്സ് ക്ലിയർ ആക്കല്ലേന്ന്. ടിവിന്റെ ഒരു ബ്രാവോ ഗെയിമിംഗ് അപ്പ മനസ്സിലാവും. ഇന്നലെ നോക്കിയ 9 അവർ ലൈവിൽ ടിവിന്റെ ഒരു ടീ പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് വെറുതെ ഷെയ്ക്കിനെയും അറിയിച്ചവനെയും ഡ്രാഗ് ആക്കിയിരുന്നു. ഇവൻ നിന്റെ ചെവിക്കകത്തല്ലടാ ഹെഡ്സെറ്റ് ഇരിക്കുക. നീ ചന്തി വെച്ചിരിക്കുകയാണ്. അത് ഇപ്പം തോന്നുന്നല്ലോ. നിന്റെ അടുത്ത് ഇപ്പൊ ഓൾറെഡി പറഞ്ഞില്ലേ, ഞങ്ങൾ അതിന്റെ പേരിൽ മാത്രമല്ല അവിടെ തുടങ്ങിയത് അങ്ങനെയാണെന്നുള്ളത് 2-3 ദിവസമായിട്ട് ഇത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ നിനക്കൊന്നും ഇതുവരെ?
വിട് 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 ബാക്കി കാര്യം പറഞ്ഞോ ബ്രോ വിട് ഞാൻ ബാക്കി പറഞ്ഞോളാം എന്റെ അത് ഓക്കെ അപ്പം